നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മളെ ബദര ജംഗ്ഷനിൽ പെരുമ്പ റോഡ് വരെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞാൻ കാലോട് ചോദിക്കുന്നത്. കാരണം എന്തായാലും ഒരു വകയിലെ ടെൻഡറുകൾ ആര് പാസ്സാക്കിയത് എന്താക്കിയതെന്നല്ലോ മമ്മൂക്കാലൊക്കെ അറിയും. അതുകൊണ്ട് ചോദിക്കുന്നത് ഇതിന്റെ അവസ്ഥ എന്ത്? ഇതിപ്പോ കഴിഞ്ഞ 2025 വർക്ക് എസ്റ്റിമേറ്റ് ആയതാണ്. ഇപ്പൊ 2025-26 ഫസ്റ്റ് ഇതിന് AS കിട്ടി. ഇപ്പോ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇതിന്റെ TS കിട്ടി, ടെൻഡറുമായി. അപ്പൊ ടെൻഡർ എടുത്ത ഒരു കോൺട്രാക്ടർ ഈ റോഡ് പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എത്ര ദൂരമാണ്, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത് എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അതിന്റെ ഇടയിലാണ് നമ്മളെ പൊതു തെരഞ്ഞെടുപ്പ് വന്നത്. പൊതു തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാകുമ്പോൾ വികസന പ്രവർത്തനം നടത്താൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പെരുമാറ്റച്ചട്ടം കഴിയുന്ന മുറക്ക് ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺട്രാക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. ഒരു പ്രദേശത്തെ ഒരു നേരത്തെ ഒരു ജനപ്രതിനിധികളെ നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, ഈ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ഉടനെ പ്രവൃത്തി ആരംഭിക്കും. പക്ഷെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടാറിംഗ് പ്രവൃത്തി തടസ്സപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ മുന്നോടിയായിട്ടുള്ള കുറെ പ്രവർത്തികളുണ്ട്. ഡ്രെയിനേജ് ഉണ്ട്, കവറിംഗ് സ്ലാബ് ഉണ്ട്. ചാല ജംഗ്ഷൻ മുതൽ ബദിര സ്കൂൾ വരെ, ബദിര സ്കൂൾ മുതൽ ബദിര ജംഗ്ഷൻ വരെ കവറിംഗ് സ്ലാബും ആൻഡ്രയിലുണ്ട്. അതുപോലെ പെരുമ്പള കടവിൽ കുറെ എർത്ത് വർക്ക് ഉണ്ട്. കയറ്റം കുറക്കാനുള്ളതും റോഡ് വീതി വൈഡനിങ്ങും പിന്നെ പഴയ 2 പാലങ്ങൾക്ക് കുറച്ച് വീതി കൂട്ടാനുണ്ട്. ഈ പ്രവൃത്തിയൊക്കെ മഴക്കാലത്തും നടത്താം. ഡ്രെയിനേജും എവിടെയാണോ സംരക്ഷണ ഭിത്തി, റോഡ് തകർന്ന സ്ഥലമുണ്ട്, അവിടെ സംരക്ഷണ ഭിത്തി വരും. അപ്പൊ ഈ പ്രവൃത്തിയെല്ലാം മഴക്കാലത്തും ചെയ്യാൻ പറ്റും. കാരണം ദേളിന്ന് പിന്നെ ഏതെല്ലാം റോഡിൽ ഇങ്ങോട്ടേക്ക് ഓൾമോസ്റ്റ് അതായത് 2 മണ്ഡലങ്ങള് കാഞ്ഞങ്ങാട് എങ്ങോട്ടേക്ക് തൃക്കരിപ്പൂർ മുതൽ കാഞ്ഞങ്ങാട് പിന്നെ ഉദുമ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് കാസർഗോഡിലേക്ക് എത്തിച്ചേരുന്ന ടൗണിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ബൈപ്പാസ് റോഡാണ്. ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു റോഡ് ഇത്ര കാലം വൈകിയത് ഇവിടുത്തെ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. ഈ ഒരു ചെറിയ ഭാഗം അതിന്റെ അണങ്കൂർ ജംഗ്ഷൻ മുതൽ ബദിര ജംഗ്ഷൻ വരെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും കാസർഗോഡിന്റെ MLA നെല്ലിക്കുന്നിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇപ്പൊ അതിന്റെ ബാക്കിയും അതേപോലെ 2,85,00,000 എസ്റ്റിമേറ്റ്. അണങ്കൂറിന് ബദര ജംഗ്ഷൻ വരെ റോഡ് നല്ല ക്ലിയർ ആണ്, നല്ല വീതിയുണ്ട്, നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ ഇതിന് ഇവിടുന്ന് ബദര ജംഗ്ഷനിൽ പെരുമ്പ റോഡ് വരെ, പെരുമ്പ പാലത്തിൻ്റെ ആ റോഡിൻ്റെ ആ മൂല വരെ കോർണർ വരെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറയുന്നുള്ളത്. ഓക്കെ, ഇതിന് ഉടനെ അതിനുള്ള ഫണ്ട് പാസ്സായിട്ടുണ്ട്. ഉടനെ ഇതിനുള്ള വെള്ളം പോകാനുള്ള സംവിധാനം ചെയ്തിട്ട് മയക്ക് മുന്നേ തന്നെ അങ്ങനത്തെ ഒരു പണി ആദ്യം എടുക്കണം. വയ്യ റോഡ് ശരിയാക്കിയാൽ മതി. ഓക്കെ, ഉടനെ ഇതിൻ്റെ പരിഹാരം കാണണം സാർ. ഇത് ബദരി സ്കൂളാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നാട്ടിലും പിന്നെ ഇവിടുന്ന് 4-5 കിലോമീറ്റർ ദൂരത്തു നിന്നെല്ലാം കുട്ടികൾ കുറേ വരുന്നുണ്ട്. കുറേ സ്കൂളിൻ്റെ കുറേ ബസ്സും കാര്യം എല്ലാം ഉണ്ട്. ഒരുപാട് വാട്ടർ വാഹനമെല്ലാം വരുന്ന റോഡാണിത്. ഇതിനുള്ള പരിഹാരം കാണണം. ഇതിപ്പോൾ പെരുമ്പക്കടവാണ്. പെരുമ്പക്കടവിൽ നിന്ന് മായ്മാറമൂല റോഡാണ് ഇത്. ഹൈവേ റോഡ്, വലിയ റോഡ്. ഇതാ റോഡിന് നമ്മളെ ഇവിടുത്തെ അണങ്കൂറിലേക്ക് ഷോർട്ട് കട്ട് വയ്യാന്ന് റോഡ്. അണങ്കൂറിലേക്ക് ഷോർട്ട് കട്ട് റോഡാണ് ഇത്. ഇവിടുന്ന് പെരുമ്പക്കടവിൽ നിന്ന് അണങ്കൂർ വരെയുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഉടനെ ഇതിനുള്ള പരിഹാരം കാണണം. ഇതിൻ്റെ പണി ഉടനെ നടക്കണം സാർ. കാരണം ഇതിനെല്ലാം ബില്ലെല്ലാം പാസ്സായത് നോക്കും. ഇതിനെ ആദ്യം വെള്ളം പോകാനുള്ള ഒഴിച്ചാൽ സൈഡിലൊക്കെ ആക്കിയിട്ട് ഉടനെ ഇതിൻ്റെ പണി തുടങ്ങണം. ഓക്കെ, പരനടക്കം തേളി കോളിയടക്കം ചട്ടഞ്ചാലിൽ നിന്ന് ഷോർട്ട് കട്ട് വയ്യാന്ന് അണങ്കൂറിലേക്ക് കാസർഗോഡ് പോകാൻ. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇതാ പെരുമ്പക്കടയിൽ നിന്ന് ബദര വരെയുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഇങ്ങനത്തെ അവസ്ഥ. ഓക്കെ, ഇതിനുള്ള ഒരു ഉടനെ പരിഹാരം കാണണം. ഒരുപാട് ബുദ്ധിമുട്ടിലാണുള്ളത് സാർ. ഇങ്ങനത്തെ എല്ലാ റോഡും ഈ തലയും തലക്കും ഏകദേശം അണങ്കൂർ വരെ, പെരുമ്പക്കടയിൽ നിന്ന് അണങ്കൂർ വരെയുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇനി കാത്തിരുന്നത്ര കാലം കാക്കണ്ട. വളരെ നല്ല മനോഹരമായ ഒരു റോഡ് നമ്മുടെ കാഞ്ഞങ്ങാടിനെയും ഉദുമേനെയും ബന്ധിപ്പിക്കാൻ കാസർഗോഡ് ടൗണിൽ നിന്ന് പെട്ടെന്ന്, അതായത് ദേശീയപാതയുടെ ഗതാഗത കുരുക്കൽ ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഉദുമയിൽ ചമ്മനാട് പെരുമ്പള പാലം വഴി ഉദുമ അങ്ങനെ കാഞ്ഞങ്ങാട് എത്തിപ്പെടാൻ ഈ റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവട്ടെ എന്നാണ് നമ്മളെല്ലാവരെയും. ഉടനെ ഇതിനുള്ള പരിഹാരം കാണണം. ഓക്കെ, കാസർഗോഡ് നിന്ന് ഇരട്ടി മുഹമ്മദ് ആൻഡ് മമ്മു. ഓക്കെ, മമ്മു ചാല.